പൈലറ്റ് ട്രെയിനിങ്ങിന് സ്കോളർഷിപ്പ് ലഭിക്കുമോ? ലഭിക്കില്ല. കാരണം ആരാണ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ഒക്കെ സ്കോളർഷിപ്പ് കൊടുത്തേക്കാം. ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പ് നിലവിൽ കേരളത്തിൽ എങ്ങും തന്നെ അവൈലബിൾ അല്ല. എന്നാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായ മണിപ്പൂർ, ആസാമൊക്കെ ST കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് താനും. അപ്പോൾ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ്? ചെറുകിട പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയെ ഒരു ഗ്രൗണ്ട് സ്കൂൾ വഴി നമ്മൾ പുറത്ത് ഏതെങ്കിലും ഒരു ഫ്ലൈയിങ് ക്ലബിലോട്ട് അയക്കുകയാണെങ്കിൽ, വിദേശ ഫ്ലൈയിങ് ക്ലബിലോട്ട് അയക്കുകയാണെങ്കിൽ 3 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ കമ്മീഷൻ ലക്ഷ്യമിട്ട് പല ചെറുകിട ഗ്രൗണ്ട് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരത്തിൽ സ്കോളർഷിപ്പ് എന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഗ്രൗണ്ട് ക്ലാസ് കൊടുക്കാൻ പോലും അവർ തയ്യാറാണ്. കാരണം എന്നാൽ മാത്രമേ ഇവർക്ക് ഈ കുട്ടികളെ പുറത്തോട്ട് അയച്ച് അവിടെ നിന്ന് കാശ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കുട്ടികളെ അയക്കാം എന്ന് പറഞ്ഞാൽ പേരൻസ് വിശ്വസിക്കില്ല, കുട്ടികളെ വിശ്വസിക്കില്ല, കുട്ടികൾ അവർക്ക് ലഭിക്കില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ഞങ്ങൾ ഫ്രീ ആയിട്ടല്ല, പകരം ഒരു സ്കോളർഷിപ്പ് പരീക്ഷ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷ നടത്തിയിട്ടാണ് ഇവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്നത് എന്ന വ്യാജേന ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവർ പയറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ വീഴാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു 4 മാസമോ 3 മാസമോ ഗ്രൗണ്ട് ക്ലാസ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് DGC എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. മിനിമം ഒരു 6 മുതൽ 8 മാസം വരെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ എല്ലാ 6 സബ്ജക്ട്സും നമുക്ക് പാസ്സാകാൻ കഴിയൂ. പാസ്സായി കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലൈയിങ് ക്ലബിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ സ്കോളർഷിപ്പ് തരുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം: സ്കോളർഷിപ്പ് നിങ്ങൾ തരുന്നു, നമ്മൾ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫ്ലൈയിങ് ക്ലബിലോട്ട് എനിക്ക് പോകാൻ സാധിക്കുമോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അത് എന്ത് തരം സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. താങ്ക് യു.